ഈ പാഷാണം കലർത്തുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഈ കടകളിലെ മായമാണ് നിങ്ങൾ പരിശോധിക്കുന്നത്, അതോ ഈ കാർഷിക വസ്തുക്കളിലെ മായമാണോ? അതായത് അങ്ങനെയല്ല, ഏത് തരം ഭക്ഷ്യവസ്തുവും അതായത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന എല്ലാ മേഖലയിൽ നിന്നും പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കാം. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് കൃഷി ഇടത്തു നിന്ന് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എന്ന് ഞാൻ പറയുന്നത്, ഈ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ച് ലാബിൽ അയച്ച് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടികളുണ്ടാകും. അപ്പോൾ അത് ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡിൽ നിന്ന് വരുന്നത്, അതായത് പ്രൈമറി ഫുഡ് എന്ന് നമ്മൾ പറയും. പ്രൈമറി ഫുഡ്സിന് ആ ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. സാർ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഇവിടെ നേരത്തെ സാറുമാർ പറഞ്ഞായിരുന്നു, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പം അതായത് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അതിന്റെ ആ രാസവസ്തുവിന്റെ വിഷം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എത്രയാണെന്ന് പറഞ്ഞാലും അത് ഫ്രൂട്ട്സിലേക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കാം, ഒരു കാലാവധി ഉണ്ടായിരിക്കാം. പക്ഷെ അത് ബാക്കി പൊല്യൂഷന്, എയർ, വായു, അതുപോലെ തന്നെ വെള്ളം, മണ്ണ്, ഇതൊക്കെ മലിനമാക്കപ്പെടുവാനുള്ള ചാൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഹെൽത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതായ പച്ചക്കറികളൊക്കെ നമ്മൾ വാങ്ങുന്ന കേസിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞായിരുന്നു ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും ഹെൽത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സെക്ഷനിലും എല്ലാ ഭാഗത്തും നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് നമ്മൾ ഇപ്പൊ പയറാണെങ്കിൽ പോലും വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ദിവസത്തേക്ക് ഇട്ട് അതുകൊണ്ട് ഇല്ല സാർ, അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറില്ല. ആ വെള്ളം നമ്മളിപ്പം ഒരു ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ പയറൊന്ന് മാറ്റിയിട്ട് ആ വെള്ളം ഒന്ന് എടുക്കുവാണെങ്കിൽ അതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലാണ് വരുന്നത്. അതുപോലെ കുട്ടികളാണെങ്കിലും കടയിൽ നിന്ന് ഇപ്പോൾ ഈ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകം എന്നാൽ എനിക്ക് നന്നായിട്ട് അറിയാം, ഫസ്റ്റ് ഇയറിലൊക്കെ വന്നേക്കുന്ന കുട്ടികൾ മിക്കവാറും പേരും ഇത് കൂട്ട് ഭക്ഷണമാണ് കഴിക്കുന്നത്. രാവിലെ ഒരു ദിവസം വന്നാൽ പിറ്റേ ദിവസം അവർക്ക് വയറിന് പ്രശ്നമാണ് ഇപ്പോൾ ഈയിടെയായിട്ട് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇല്ല, അതിലും ഇല്ല, വലിപ്പമില്ല. അവർക്ക് ക്ഷീണമാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ. വേറെ പല പല ഘടകങ്ങൾ കാണും, പക്ഷേ ഈ ഫുഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തലവേദന, വയറുവേദന, ഛർദി, ഇങ്ങനെയുള്ള കേസുകൾ മിക്കവാറും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലപോലെ ഇതിനൊരു ചെക്ക് ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കളർ, ഇതൊക്കെ ഒരു കാരണമാണ്. ശരിക്കും ഒരു കോഴിയിലേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ബ്രോയിലർ കോഴിയിലേക്ക് മാത്രം നമ്മൾ ഊന്നരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല പ്രോട്ടീനിൽ ഏറ്റവും വില കുറഞ്ഞ നല്ലൊരു പ്രോട്ടീൻ ആണ് ഇത്. പക്ഷെ അമിതമായിട്ടുള്ള ഇറച്ചിയുടെ ഉപയോഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്ണത്തടിയന്മാരും എന്നെ പറഞ്ഞ ഫാറ്റി ലിവറിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ അധികമായാൽ അമൃതം വിഷമാണ്. അപ്പം ഇതിനൊരു ഒരു നിയന്ത്രണം വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.